ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. നമ്മുടെ സയൻസിലെ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന 9ാമത്തെ ചാപ്റ്ററും അടുത്ത് വരുന്ന 10ാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ഐ അല്ലേ, അതിൻ്റെ കളർഫുൾ വേൾഡ്. ഇത് രണ്ടും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. അതായത് ഫിസിക്സിൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ച് പ്രധാനമായിട്ടും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്റേഴ്സും എന്തിനകത്ത് വരും? ഒപ്റ്റിക്സ് എന്ന് പറയുന്നൊരു ബ്രാഞ്ചിനകത്താണ് വരുന്നത്. ഇനി ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വർഷത്തെ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സാണ് 9ാമത്തെ ചാപ്റ്ററും 10ാമത്തെ ചാപ്റ്ററും. ഏതാണ്ട് ഒരു 14 മാർക്കോളം നമുക്ക് ഈ പറയുന്ന രണ്ട് ചാപ്റ്ററുകളിൽ നിന്നായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് ചാപ്റ്റേഴ്സും പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടും പഠിക്കാൻ നല്ല ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ലൈറ്റിൽ നിന്നാണ് നമുക്ക് തുടങ്ങാം. എന്താണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പരിചയമുള്ളൊരു കാര്യമാണ് അല്ലേ ലൈറ്റ്. എന്നാലും എന്താ നമുക്ക് ലൈറ്റിന് കൊടുക്കാൻ പറ്റുന്നൊരു ഡെഫിനിഷൻ? വാട്ട് ഈസ് ലൈറ്റ് എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരമായിരിക്കും കൊടുക്കുന്നത്? നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? നമുക്ക് ഒബ്ജക്റ്റുകളൊക്കെ കാണാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ലൈറ്റാണ് അല്ലേ. ഇരുട്ടത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ലൈറ്റ് ഇട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ കാണാൻ സഹായിക്കുന്ന ഒന്നാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ആ ലൈറ്റ് എന്തിന് എക്സാമ്പിളാണ്? ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയുടെ ഫോമിന് എക്സാമ്പിളാണ്. സോ വാട്ട് ഈസ് ലൈറ്റ്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എനർജിയുടെ ഒരു ഫോമാണ്. അത് നമ്മളെ എന്തിനു സഹായിക്കുന്നു? ഒബ്ജക്റ്റുകളെ കാണാനായിട്ട് സഹായിക്കുന്നു. ഇനി ലൈറ്റ് ഒരു എനർജിയാന്നുള്ളതിന് നമുക്കൊരു നല്ല എക്സാമ്പിൾ ഉണ്ട്. ചെടികളിൽ നടക്കുന്ന ഫോട്ടോസിന്തസിസ് അല്ലേ. നമുക്കറിയാം ചെടികൾ നടക്കുന്ന ഫോട്ടോസിന്തസിസിൽ എന്താ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, ചെടികളുണ്ട്. ഈ പറയുന്ന ഗ്രീൻ പ്ലാന്റ്സ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺ ലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. ഭൂമിയിലേക്കുള്ള ലൈറ്റിന്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ സൂര്യപ്രകാശമാണ്. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞത്? ലൈറ്റ് എന്താണെന്ന് മനസ്സിലായി, ഒരു എനർജിയാണെന്ന് മനസ്സിലായി, നമ്മൾ ഒബ്ജക്റ്റിനെ കാണാൻ സഹായിക്കുന്നതും ലൈറ്റാണെന്ന് മനസ്സിലായി. ഈ ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലായിട്ടാണ്. ഓക്കെ, നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് സീംസ് ടു ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്നതാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? റേ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മൊത്തം ലൈറ്റിനെ എങ്ങനെ എടുക്കുന്നത്? ഒരു റേ ആയിട്ടാണ് എടുക്കുന്നത്. എന്തായിട്ടാണ് എടുക്കുന്നത്? റേ. അതായത് ലൈറ്റ് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, അതിപ്പോൾ പ്രത്യേകിച്ച് എന്തിനാണ് എടുത്ത് പറഞ്ഞതെന്ന്. ഒരു കാരണമുണ്ട്. സത്യത്തിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു വര പോലെ സഞ്ചരിക്കുന്ന ഒന്ന് അല്ല. ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സയൻസിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. കാരണം ആദ്യകാലങ്ങളിൽ നമ്മൾ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ്? ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒന്നാണെന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിച്ചു. ഡിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ചില ഒബ്ജക്റ്റുകളിൽ ലൈറ്റ് ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കും. ചില ഒപ്പാക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒബ്ജക്റ്റുകൾ നമുക്ക് 2-3 ടൈപ്പായിട്ട് തിരിക്കാം അല്ലെ. ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒപ്പാക്ക് ഉണ്ട്, ട്രാൻസ്ലൂസൻറ്റും ഉണ്ട്. അതിൽ ട്രാൻസ്പാരൻ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് കടത്തിവിടുന്നതും, ഒപ്പാക്ക് എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് കടത്തിവിടാത്തതാണ്. അപ്പോൾ ലൈറ്റ് കടത്തിവിടാത്ത ഒപ്പാക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ലൈറ്റ് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് ലൈറ്റ് എന്ത് ചെയ്യും? ഇതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഡോർ സങ്കല്പിക്കുക. ഓക്കെ, ഡോർ. ഈ ഡോറിൻ്റെ പുറത്ത് ഇവിടുത്തെ എന്തുണ്ട്? ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ അകത്ത് ഷാഡോ വരും അല്ലേ. ഈ ഷാഡോ നമുക്ക് നോക്കി അറിയാം. ഷാഡോ ഇങ്ങനെ ഒരു ഷാർപ്പ് ലൈനായിട്ട് അല്ല കാണുന്നത് അല്ലേ. നമുക്ക് ഈ പറയുന്ന ഷാഡോ എന്താണ്? ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക്
പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഈ ഡിഫ്രാക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ മനസ്സിലായി ലൈറ്റ് എങ്ങനെയല്ല സഞ്ചരിക്കുന്നത്. എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ല സഞ്ചരിക്കുന്ന ലൈറ്റ് എന്ത് ചെയ്യും? കുറച്ച് വളഞ്ഞു തിരിഞ്ഞൊരു വേവ് ഫോമിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. ലൈറ്റ് എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വേവ് ഫോമിൽ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ കുറേ കാര്യം മനസ്സിലായി. സത്യത്തിൽ ലൈറ്റ് എന്തല്ല, ഒരു റേയും അല്ല വേവും അല്ല, പിന്നെന്താ? ലൈറ്റ് എന്ന് പറയുന്നത് നോക്കി, ഇറ്റ് ഈസ് എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പാക്കറ്റ് ഓഫ് എനർജിയാണ് ലൈറ്റ് എന്ന് പറയാം. ലൈറ്റ് എന്ന് വെച്ചാൽ സത്യത്തിൽ എന്താണ്? നമ്മൾ കുറച്ച് മണലോ മണ്ണോ ഒക്കെ വാരിയിട്ട് നമ്മൾ ഒരാളുടെ ദേഹത്തോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കും. ഈ മണൽ തരികൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകത്തില്ലേ? ഈ രീതിക്കാണ് സത്യത്തിൽ എന്ത് ട്രാവൽ ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. മൊത്തം കൺഫ്യൂഷനായി അല്ലേ? അത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ അത് ഉൾക്കൊള്ളിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്നാലും ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം അത്യാവശ്യം നല്ല അറിവുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സാറ് പറഞ്ഞത് തെറ്റാന്ന് തോന്നരുത്. ലൈറ്റ് ഒരു റേ ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈനിലാണ്. കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നേ ഉള്ളൂ. സത്യത്തിൽ ലൈറ്റ് സ്ട്രൈറ്റ് ലൈനിൽ മാത്രമല്ല സഞ്ചരിക്കുന്നത്, മറ്റു രീതികളും സഞ്ചരിക്കും. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമുക്കതിൽ ആദ്യം പഠിക്കാനുള്ളത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനെ പറ്റിയിട്ടാണ്. സോ എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? പോളിഷ്ഡ് ആയിട്ടുള്ള മിറർ പോലെയുള്ള സർഫസുകളിലൊക്കെ ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ലൈറ്റ് ബൗൺസ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതൊരു സർഫസാണ് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഈ സർഫസ് ഒരു ഒപ്പാക്ക് ആയിട്ടുള്ള സർഫസാണ്. ഒപ്പാക്ക് എന്ന് കാണിക്കാനാണ് ഞാൻ ഒരു വശത്ത് ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഒരു ഒപ്പാക്ക് ആയിട്ടുള്ളൊരു സർഫസാണ്. ഈ സർഫസിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴും. എന്ത് ചെയ്തു? ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീഴും. ആ വന്ന് വീണ റേ ഓഫ് ലൈറ്റ് ഉറപ്പായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാകും? അത് ഇവിടെ നിന്നും തട്ടി ഒരു ബോൾ നമ്മളെടുത്ത് എറിയുമ്പോൾ അത് ബൗൺസ് ചെയ്ത് പോകുന്നത് പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന റേ ഓഫ് ലൈറ്റും ഈ പറയുന്ന പോയിന്റ്, ആ പോയിന്റിന് ഞാൻ തൽക്കാലം O എന്ന് വിളിച്ചു. അപ്പോൾ വന്ന ലൈറ്റ് ഈ പോയിന്റ് തട്ടി തിരിച്ചു പോകും. ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? റിഫ്ലക്ഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ വന്നു വീഴുന്ന റേ ഓഫ് ലൈറ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻസിഡന്റ് റേ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഇൻസിഡന്റ് റേ. തട്ടി തിരിച്ചു പോകുന്ന റേ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് റിഫ്ലക്റ്റഡ് റേ ആണ് അല്ലേ? വരുന്നത് ഇൻസിഡന്റ് റേ, തട്ടി പോകുന്നത് റിഫ്ലക്റ്റഡ് റേ. സോ ഏത് ആംഗിളിലാണ് ഈ പറയുന്ന റിഫ്ലക്ഷൻ നടന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യും? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും അല്ലേ? ആ പെർപെൻഡിക്കുലർ ലൈനിനൊരു പേരുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോർമൽ. ഇതാണ് നോർമൽ. അതായത് ലൈറ്റ് വന്ന് വീഴുന്ന ഈ പറയുന്ന സർഫസ് ഉണ്ടല്ലോ, ഈ പറയുന്ന സർഫസിന് 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് എന്ത്? നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ ആണ്? ഇത്രയും കാര്യം എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻസിഡന്റ് റേയും നോർമലിനും ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐ എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന റിഫ്ലക്റ്റഡ് റേ ഉണ്ടല്ലോ, ഈ റിഫ്ലക്റ്റഡ് റേക്ക് നോർമലിനും ഇടയിലായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ ആണ് എന്ത്? R. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചതല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? ഒരു റിഫ്ലക്ഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വരുന്നത് ഇൻസിഡന്റ് റേ, പോകുന്നത് റിഫ്ലക്റ്റഡ് റേ. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. എന്താ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്? സിമ്പിൾ കാര്യങ്ങളാണ് അല്ലേ? ഒന്നാമത്തെ ലോ എന്താ പറയുന്നത്? ഇവിടെ നോക്കി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ പറയുന്ന I എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? Rന് ഈക്വൽ ആയിരിക്കും. അതായത് ഈ പറയുന്ന ആംഗിളും തൊട്ടിപ്പുറത്തുള്ള ഈ ആംഗിളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു R. ഇതാണ് ഒന്നാമത്തെ നിയമം. അപ്പോൾ എന്താ രണ്ടാമത്തെ നിയമത്തിൽ പറയുന്നത്? ഇൻസിഡന്റ് റേ നമുക്കറിയാം. എന്താ ഇൻസിഡന്റ് റേ എന്ന്? ദ നോർമൽ എന്താണെന്നറിയാം. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്താണെന്നറിയാം. റിഫ്ലക്റ്റഡ് റേ എല്ലാം അറിയാം. ഇതെന്താണ്? ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇതെല്ലാം എവിടെ ഇരിക്കുന്നത്? ഒരൊറ്റ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നിയമത്തിന്റെ പേരാണ് എന്ത്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലേ? എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ എന്ന് മനസ്സിലായില്ലേ? എന്താണ് ലൈറ്റ് എന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാമോ? നോക്കിയേ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ റിഫ്ലക്ഷനെ ബേസ് ചെയ്ത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് എന്ത്?
മിറർ അഥവാ കണ്ണാടി എന്ന് പറയും. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി, നമ്മുടെ വണ്ടികളിൽ പുറകിലോട്ട് നോക്കാൻ വേണ്ടി വയ്ക്കുന്ന കണ്ണാടി, നമ്മുടെ വണ്ടികളുടെ ഹെഡ്ലൈറ്റിൻ്റെ പുറകിൽ ഇരിക്കുന്ന കണ്ണാടി, ഇതെല്ലാം എന്താണ്? മിററുകളാണ് അല്ലേ? എന്നാൽ ഇതെല്ലാം ഒരുപോലത്തെ കണ്ണാടിയാണോ? അല്ല. സോ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും സിമ്പിളാണ് എന്താണ്? നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലെയിൻ മിറർ അല്ലേ? എന്താണ്? പ്ലെയിൻ മിറർ. എന്താ പ്ലെയിൻ മിറർ എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്തായിരിക്കും? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് സർഫസിന് അല്ല ബെൻഡിങ് ഒന്നും കാണൂല അല്ലേ? നിങ്ങളെ വീട്ടിലെ കണ്ണാടി നോക്കി എങ്ങനെ ഇരിക്കും കണ്ണാടി? സ്ട്രെയിറ്റ് ആയിട്ടല്ലേ, നല്ല വളവ് തിരിവൊന്നും ഇല്ലാതെ ഇരിക്കും. സോ അങ്ങനെയുള്ള കണ്ണാടികളെ നമ്മൾ വിളിക്കുന്ന പേര്. ഞാൻ ഈ കണ്ണാടിയുടെ പുറകെ വരയ്ക്കുന്ന ലൈൻ എന്താണെന്നറിയാവോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിടക്കുന്ന ഭാഗം, ഈ വരച്ചിട്ടുള്ള ഭാഗം എന്താണ്? റഫ് സർഫസ് ആണ്. എന്താണ്? റഫ് ആയിട്ടുള്ള സർഫസ് ആണ്. അതായത് ഇവിടെ റിഫ്ലക്ഷൻ നടക്കില്ല. ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് എന്ത്? സ്മൂത്ത് ആയിട്ടുള്ള സർഫസ്. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ് പ്ലെയിൻ മിറർ? ഏതൊരു മിററാണോ അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ളത്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലെയിൻ മിറർ. ഈ പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഓർമ്മ കാണില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ. സോ ഒരു പ്ലെയിൻ മിറർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പിൽ ആര് നിൽക്കുകയാണ്? ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ നേരെ വന്നു, തട്ടി, തിരിച്ചുപോയി. അതേ പോയിന്റ് മറ്റൊരു റേ വന്നു, തട്ടി, തിരിച്ചുപോയി. രണ്ട് റേസ് തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ നമുക്കറിയാം മീറ്റ് ചെയ്യാത്ത റേസ് നമ്മൾ പുറകിലോട്ട് എന്ത് ചെയ്യും? റീപ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബ്രെയിനിന് തോന്നും ഇത് ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതെന്നല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്? നമ്മുടെ കണ്ണാടിക്കകത്ത് നമ്മുടെ പോലെ എന്തിനെ കാണും? ഒരു ഒബ്ജക്റ്റിനെ കാണും അല്ലേ? സോ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ഇമേജ്. സോ നമുക്ക് എന്ത് കിട്ടി? ഒബ്ജക്റ്റും കിട്ടി, ഇമേജും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കും. എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റും? ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ഓൾവേസ് വെർച്വൽ ആൻഡ് ഡിറക്റ്റ്. സോ എന്താണ് വെർച്വൽ എന്ന് വെച്ചാൽ? നോക്കടാ, സത്യത്തിൽ ഈ പറയുന്ന റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്തു? നമ്മുടെ മിററിൽ വന്ന് തട്ടിയിട്ട് തിരിച്ചു പോയി അല്ലേ? തട്ടിയിട്ട് തിരിച്ചു പോയി. ഇത് എവിടെയെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ദേ ഡു നോട്ട് മീറ്റ്. അവരെന്ത് ചെയ്യുന്നില്ല? പരസ്പരം മീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പരസ്പരം മീറ്റ് ചെയ്യാതെ ഫോം ചെയ്യുന്ന ഇമേജുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർച്വൽ ഇമേജ് എന്ന് വിളിക്കും. വെർച്വലിൻ്റെ മലയാളം മിഥ്യ എന്നാണ്. എന്ന് വെച്ചാൽ സത്യത്തിൽ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാകുന്നില്ല. പകരം നമുക്ക് കണ്ണാടിക്കകത്ത് ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാകുന്നതായിട്ട് തോന്നുവാണ് അല്ലേ? നമുക്ക് ഡോട്ടഡ് ലൈൻ വെച്ച് ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ? അത് തന്നെ അതെന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി മീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ്, നമുക്ക് തോന്നുന്നതാണ്. സോ അങ്ങനെയുള്ള ഇമേജുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർച്വൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇറക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഈ ഒബ്ജക്റ്റ് നേരെ നിൽക്കുവാണ് അല്ലേ? അപ്പോൾ ഇമേജ് എങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്? നേരെ നിൽക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് നേരെയാണെങ്കിൽ അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഇറക്റ്റ്. ഇനി നമ്മളൊരു കണ്ണാടി നോക്കിയാൽ നമ്മുടെ അതേ വലിപ്പത്തിലായിരിക്കുമല്ലോ നമ്മുടെ ഇമേജ് നമ്മൾ കാണുന്നത്. അതോ വലുതായിട്ട് കാണോ അല്ലെ ചെറുതായിട്ട് കാണോ? ഇല്ല, നമ്മുടെ അതേ വലിപ്പമായിരിക്കും അല്ലേ? സോ അതവിടെ പറയുന്നത് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ഹൈറ്റ് അല്ലെങ്കിൽ എന്താണ്? ദ സൈസ് ഓഫ് ദ ഇമേജ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ വലിപ്പം സെയിം ആയിരിക്കും. അടുത്ത്, ഇമേജ് ഫോംഡ് as ഫാർ ബിഹൈൻഡ് ദ മിറർ. ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എപ്പോഴും ഉണ്ടാകുന്ന എവിടെയായിരിക്കും? കണ്ണാടിയുടെ പുറകു വശത്തായിരിക്കും. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. എന്താണ്? ലാറ്ററലി ഇൻവേർട്ടഡ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ആംബുലൻസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്ന തലതിരിച്ചാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആംബുലൻസ് എന്ന് നേരെ എഴുതിയേക്കോ? ഇല്ല അല്ലേ? എന്ത് ചെയ്യും? തിരിച്ചായിരിക്കും, തലകുത്തനായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസണും ഇത് തന്നെയാണ്. കണ്ണാടിയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ ഇടത് വലതായിരിക്കും, വലത് ഇടതായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ കമൻ്റായിട്ട് അല്ലെങ്കിൽ ചാറ്റായിട്ട്, കമൻ്റ് ഒന്നും വേണ്ട, ചാറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ നോട്ട് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നോട്ട് അത്യാവശ്യം നല്ല ഇതുപോലത്തെ നോട്ടല്ല, PDF നോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. സോ നമ്മൾ പഠിച്ചത് എന്താണ്? പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ. ഓക്കെ. എന്തിൻ്റെ ഫോർമേഷൻ? പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ. ഓക്കെ. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഒന്ന്,
വെർച്വൽ ആണ്, അതായത് ഒറിജിനൽ ആക്ച്വലി മീറ്റ് ചെയ്യുന്നില്ല, അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ് ആണ്. അപ്പോൾ വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ ഇമേജ് എപ്പോഴും കണ്ണാടിയുടെ പുറകുവശത്തായിരിക്കും, അത് നേരെയായിരിക്കും, അത് ലാറ്ററലി ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലെയിൻ മിറർ പോലെ തന്നെ വരുന്ന മറ്റൊരു മിറർ ഉണ്ട്. അതിൻ്റെ പേരാണ് സ്പെറിക്കൽ മിറർ. എന്തുവാണ്? സ്പെറിക്കൽ മിറർ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാം. നമുക്ക് ഈ പറയുന്ന മിററുകളെ രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന മിററാണ് നമ്മളിപ്പോൾ പഠിച്ച മിറർ. എന്താണത്? പ്ലെയിൻ മിറർ. എന്നാൽ അടുത്ത് വരുന്ന ടൈപ്പാണ് എന്ത്? സ്പെറിക്കൽ മിറർ. എന്താണ് സ്പെറിക്കൽ മിറർ? ഈ സ്പെറിക്കൽ മിറർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കോൺകേവ് മിററും മറ്റൊന്ന് കോൺവെക്സ് മിററും. ഏതൊക്കെയാണ്? കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. ഏതൊരു മിററാണോ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇതുപോലെ അകത്തേക്ക് വളഞ്ഞിരിക്കുന്നത്, ഓക്കെ, ഇതുപോലെ ഇങ്ങനെ അകത്തേക്ക് വളഞ്ഞിരിക്കുന്നത്, അതിനാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. ഏത് മിററിന്റെ സർഫസ് ആണോ ഇങ്ങനെ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺവെക്സ് മിറർ. അപ്പോൾ ഈ അകത്തേക്കും പുറത്തേക്കും വളഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മിററുകളെല്ലാം തന്നെ എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? ഒരു സ്പിയറിൽ നിന്നാണ് എടുത്തേക്കുന്നത്. എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? ഒരു സ്പിയർ എന്ന് വെച്ചാൽ എന്താ? ഒരു ഫുട്ബോൾ നിങ്ങൾ സങ്കല്പിക്കുക. ആ ഫുട്ബോളിന്റെ ഷേപ്പാണ് എന്ത്? സ്പിയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്പിയറിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? സ്പെറിക്കൽ മിറേഴ്സ് എടുത്തേക്കുന്നത്. ആ പേരിൽ നിന്ന് നമുക്കറിയാം അല്ലേ? ഇതുപോലെ ഒരു സ്പിയർ ഉണ്ട്. ഈ സ്പിയറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് ഭാഗം, ഇവിടുന്ന് ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു ഭാഗം എന്ത് ചെയ്തു? ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ എനിക്ക് രണ്ട് പാർട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ല, ഒരു പാർട്ട് എങ്ങനെയായിരിക്കും? ഇങ്ങനെ അകത്തോട്ട് വളഞ്ഞിരിക്കുന്ന ഭാഗം അല്ലേ? ഒന്നെന്തായിരിക്കും? ഇങ്ങനെ പുറത്തോട്ട് വളഞ്ഞിരിക്കുന്ന ഭാഗം. ഇങ്ങനെ അകത്തോട്ട് വളഞ്ഞിരിക്കുന്ന ഭാഗത്തിന്റെ പുറത്ത് ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ റഫ് സർഫസ് ആക്കി. ഇതിന്റെ അകത്തെ ഭാഗം എന്ത് ചെയ്തു? റഫ് സർഫസ് ആക്കി. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് രണ്ട് ടൈപ്പ് മിററുകൾ. അപ്പൊ ഇതില് ഈ പറയുന്ന മിററാണ് ഏത്? കോൺകേവ്. ഈ പറയുന്നതാണ് എന്ത്? കോൺവെക്സ്. അങ്ങനെ സ്പെറിക്കൽ മിററുകൾ രണ്ട് ടൈപ്പ്, കോൺകേവും കോൺവെക്സും. സോ വാട്ട് ഈസ് എ സ്പെറിക്കൽ മിറർ? A spherical mirror is a mirror whose reflecting surface is curved inwards. Okay. അയ്യോ സോറി. സ്പെറിക്കൽ മിറർ എന്തുവാണ്? സ്പെറിക്കൽ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ദാറ്റ് ആർ സ്പെറിക്കൽ ആർ കാൾഡ് സ്പെറിക്കൽ മിറേഴ്സ് അല്ലേ? സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത മിററുകളെ നമ്മൾ വിളിക്കുന്ന പേര് സ്പെറിക്കൽ മിറർ. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഏത്? കോൺകേവ് മിറർ. അതാണ് എന്ത്? റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തോട്ട് വളഞ്ഞിരിക്കുന്നത് കോൺകേവ്. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് ഔട്ട്വേർഡ് ഈസ് കോൾഡ് കോൺവെക്സ്. അങ്ങനെ രണ്ട് ടൈപ്പ് മിററുകളുണ്ട്, കോൺകേവും കോൺവെക്സ്. ഓക്കെ ആണല്ലോ? കോൺകേവും കോൺവെക്സ്, കോൺകേവും കോൺവെക്സ്. ഇനി ഈ പറയുന്ന കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും കുറച്ച് പേരുകളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് ഉണ്ട്, നമുക്കത് നോക്കാം. അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്ന പോയിന്റ് ആണ് പോൾ. എന്താണ്? പോൾ. അപ്പം ഞാൻ ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഈ രണ്ട് മിററുകൾ തന്നെ എടുക്കണം. ഓക്കെ, ഏതെടുക്കാണ്? ഇത് രണ്ട്. ഓക്കെ, അതായത് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ നമുക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മൾ വരച്ചേക്കല്ലേ, ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. ഞാനത് തൽക്കാലം ഈ കോൺകേവും കോൺവെക്സും ഒന്ന് മാറ്റി വെക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അകത്തോട്ട് വളഞ്ഞിരിക്കുന്നത് കോൺകേവ്, പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് കോൺവെക്സ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മിററുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവനാണ് ആര്? കോൺകേവ് അല്ലെ? കോൺകേവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പുറത്ത് ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് എന്തായി? കോൺകേവ് ആയി. അങ്ങനെയാണെങ്കിൽ ഇവനാണ് എന്ത്? കോൺവെക്സ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? കോൺവെക്സ്. അപ്പൊ കോൺകേവ് ആണെങ്കിലും ശരി, കോൺവെക്സ് ആണെങ്കിലും ശരി, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി, കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും ഇതിനൊരു സെന്റർ പോയിന്റ് ഉണ്ടല്ലോ. ഇവിടെ ആയിട്ടൊരു സെന്റർ പോയിന്റ്. ഈ പോയിന്റിനാണ് നമ്മൾ പി അഥവാ പോൾ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? പി അഥവാ പോൾ. അപ്പൊ പോൾ എന്ന് വെച്ചാൽ എന്താണ്? നോക്ക്, ദ സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് കോൾഡ് പോൾ, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ പി. ഓക്കെ, അപ്പൊ പോൾ എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വരുന്നതാണ് സെന്റർ ഓഫ് കർവേച്ചർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്പിയറിൽ നിന്നല്ലേ നമ്മളിത് കട്ട് ചെയ്തെടുത്തത്.
ഈ സ്പിയറിന് ഇവിടെ ഒരു സെന്റർ ഉണ്ടാവുമല്ലോ, ഉണ്ടാവൂലേടെ, ഉണ്ടാവും. ഈ സെന്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സി. ആ സിയുടെ ഫുൾ ഫോം ആണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, നോക്കിയേ. The reflecting surface of a spherical mirror forms a part of a sphere. This sphere has a center. This point is called a center of curvature, represented by the letter C. അപ്പോൾ ഈ പറയുന്ന സ്പിയർ ഉണ്ടല്ലോ, സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? The center of curvature is not a part of the mirror. Center of curvature എന്തല്ല? മിററിന്റെ പാർട്ടല്ല. അത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഈ പറയുന്ന കോൺകേവിലായാലും ശരി, കോൺവെക്സിന്റെ ആയാലും എന്താണ് ഭാഗമല്ല ഈ പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ. അല്ലാതെ ഇവിടെ കിടക്കുകയാണ്, അത് പുറത്ത് കിടക്കുകയാണ്. എന്നാലും എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. നെക്സ്റ്റ് പോയിരുന്നത് നോക്കിയേ. അപ്പൊ സെന്റർ കിട്ടി, പോള് കിട്ടി. ഈ സെന്ററിനെയും പോളിനെയും ചേർത്ത് നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ, സെന്ററിനെയും പോളിനെയും ചേർത്ത് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ ആ പറയുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്തുവാണ്? പ്രിൻസിപ്പൽ. സ്പെല്ലിംഗ് നോക്കണേ. PRINCIPAL, പ്രിൻസിപ്പൽ ആക്സിസ്. എന്താണ്? PRINCIPAL ആക്സിസ്. അപ്പൊ എന്താ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോൾ ആൻഡ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഈ പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ദൂരം എന്തുവാണ്? ഈ പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ദൂരം. ഈ ദൂരത്തിനെ വിളിക്കുന്നതാണ് ആർ. എന്തുവാണ്? ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആറിന്റെ ഫുൾ ഫോം ആണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ. എന്തുവാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ എന്താ റേഡിയസ് ഓഫ് കർവേച്ചർ? The radius of the sphere of which the reflecting surface is a part is called radius of curvature. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളൊരു കോൺകേവ് മിറർ എടുത്തു. ഇതിനിതാ ഇവിടെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടല്ലോ, അതിന്റെ പേരാണ് സി. ഇവിടെ ഒരു സെന്റർ പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ പേരാണ് പി. ഈ സിയും പിയും ചേർത്ത് വെച്ച സ്ട്രൈറ്റ് ലൈൻ ഉണ്ടല്ലോ, അതിന്റെ പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ സി തൊട്ട് പി വരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരാണ് ആർ, അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ. കോൺവെക്സിലാണെങ്കിലും ദേ ഒരു പോയിന്റ് ഉണ്ട് പി, അകത്തൊരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട് സി. ഇവർ രണ്ടുപേരും ചേർത്ത് വരയ്ക്കുന്ന ലൈനിന്റെ പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ പി തൊട്ട് സി വരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കോൺകേവ് കോൺവെക്സ് മിററുകളുടെ നോമൻക്ലേച്ചർ. നെക്സ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവന്റെ പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ ഫോക്കസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ഏതൊരു പോയിന്റിലോട്ട് വന്ന് ചേരുകയാണല്ലേ, ഒരു പോയിന്റിലോട്ട് വന്ന് കയറുകയാണ്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. ശ്രദ്ധിക്കുക, ഇവിടെ നോക്ക്. ഇവിടെ ഒരു മിറർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കണ്ടോ, MN എന്ന് പറയുന്ന ഒരു മിറർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതേ കണ്ടോ, AB. സോറി, ഒരു തുമ്മൽ വന്നതാ. ഒരു ഒബ്ജക്റ്റ് കണ്ടല്ലോ, അതിന്റെ പേരാണ് എന്ത്? AB. ഈ AB എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് കുറേ റൈസ് വരുന്നുണ്ട്. ഈ റൈസ് എല്ലാം വന്ന് ഈ മിററിൽ തട്ടിയിട്ട് ഒരൊറ്റ പോയിന്റിലോട്ടാണ് വന്ന് ചേരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ഒന്ന് വരയ്ക്കാം. നോക്കിയേ. സോ ഇതൊരു കോൺകേവ് മിറർ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഇതാണ് കോൺകേവ് മിറർ. ഞാൻ ഡിജിറ്റൽ പെൻ വെച്ച് വരയ്ക്കുന്നതുകൊണ്ടാണ് ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്നത്. സാധാരണ ബോഡി വരയ്ക്കുമ്പോൾ ഏറെക്കുറെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് ഒരു കോൺകേവ് മിറർ. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റൈസ്, പ്രിൻസിപ്പൽ ആക്സിസിന് എങ്ങനെ വരുന്ന റൈസ്? പാരലായിട്ട് വരുന്ന റൈസ് റിഫ്ലക്ഷൻ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ എപ്പോഴും കടന്നു പോകുന്നത് ഒരൊറ്റ പോയിന്റിലൂടെ ആയിരിക്കും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എഫ്, അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺവെക്സിന്റെ കാര്യത്തിലും മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഒരു കോൺവെക്സ് മിററാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓക്കെ, ഇതാണ് ഒരു കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പോൾ ഈ കോൺവെക്സ് മിററിനകത്ത് ഇവിടെയാണ് പോള്, ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ, അകത്താണ് കേട്ടോ. ഇവിടെ ഒരു കാര്യം മനസ്സിലായോ? ഒരു കോൺകേവ് മിററിന്റെ മുന്നിലാണ് സെന്റർ ഓഫ് കർവേച്ചർ, എന്നാൽ ഒരു കോൺവെക്സ് മിററിന്റെ പുറകിലാണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പൽ ആക്സിസ് നേരെ വരുന്ന റേ വരുന്നു, തട്ടുന്നു, എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകും. വരുന്നു, തട്ടുന്നു, പുറത്തോട്ട് പോകും. വരുന്നു, തട്ടുന്നു, പുറത്തോട്ട് പോകും.
സോ ആക്ച്വലി മീറ്റ് ചെയ്യൂല. നമ്മൾ പുറകിലോട്ട് ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ബാക്കിലോട്ട് വരുന്നതായിട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റിലായിരിക്കും. ആ പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ നമ്പർ ഓഫ് റേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആർ ഫോളോയിങ് ഓൺ എ കോൺകേവ് മിറർ. എന്ത് പറ്റും? ദേ are all meeting or intersecting at a point on the principal axis of the mirror, and this point is called the principal focus of a concave mirror. Simple ആയിട്ട് എങ്ങനെ പറയാം? Rays coming parallel to the principal axis after reflection converges, concave ആണെങ്കിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കും, അല്ലെങ്കിൽ diverges എന്ന് പറയും കോൺവെക്സിൽ. എന്ത് ചെയ്യും? and meet at a point on the principal axis, and that point is called a principal axis of a concave mirror. കോൺവെക്സ് വരുമ്പോൾ ഡൈവേർജ്, കോൺകേവ് ആണെങ്കിൽ എന്താണ്? കൺവേർജ്. ഇനി കൺവേർജും ഡൈവേർജും സംശയമുണ്ടോ? വേറെ ഒന്നുമില്ല. നോക്കിയോ, ഒരു റേ ഇവിടെ കണ്ടോ, ഇവിടെ മിറർ കണ്ടോ, ഈ മിറർ കണ്ടോ, ഈ മിറർ നോക്കി എന്താ പറ്റുന്നത്? ലൈറ്റ് റേ വരുന്നു, തട്ടുന്നു, ഒരു പോയിന്റിലോട്ട് വരുന്നു, വരുന്നു, തട്ടുന്നു, ഒരു പോയിന്റിലോട്ട് വരുന്നു. ഇത് കൺവേർജ്. എന്നാൽ ഇത് ഈ പറയുന്ന രണ്ടാമത്തെ മിറർ കണ്ടോ, കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എന്താ പറ്റുന്നത്? ലൈറ്റ് റേ വരുന്നു, നമുക്ക് ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, തട്ടിട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും, തട്ടിട്ട് എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈവേർജിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൺവേർജിങ് ഓക്കെ, ഡൈവേർജിങ് ഓക്കെ, കൺവേർജിങ് ഓക്കെ, ഡൈവേർജിങ് ഓക്കെ. അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. എങ്കിൽ ലാസ്റ്റ് വരുന്നതാണ് ഫോക്കൽ ലെങ്ത്. ഇത് സിമ്പിളാണ്. നോക്കിയോ, ഫോക്കസും പോളും തമ്മിലുള്ള ദൂരമാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. അതായത് ഇവിടെയാണ് പോൾ ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ദൂരം കണ്ടോ, ഇതാണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ. സോറി, ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ്. എന്തുവാണ്? പോളും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള ഈ ദൂരം കണ്ടോ, ഈ ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത്. അതായത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഒരു മിറർ നമ്മൾ എടുത്താൽ ആ മിററിൻ്റെ പോളുണ്ട്, അതിനൊരു ഫോക്കസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? സ്മോൾ ലെറ്റർ എഫ്. അതിൻ്റെ പേരാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. ഇതാണ് ഫോക്കൽ ലെങ്ത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് കോൾഡ് ഫോക്കൽ ലെങ്ത്, denoted by the letter small letter f. ലാസ്റ്റ് പോയിന്റ് അപ്പർച്ചർ. ഇതാണ് അപ്പർച്ചർ. അതിന് മുമ്പായിട്ട് ഈ ഫോക്കൽ ലെങ്തിൻ്റെ ഒരു പോയിന്റ് കൂടി ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാം ഇപ്പോഴേ. സോ ഒരു മിറർ നമ്മൾ എടുക്കുന്നു, ആ മിററിനകത്തൊരു പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു, അതിനകത്തൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഒരു ഫോക്കസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. അതുപോലെ സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ദൂരമാണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്, കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടിയായിരിക്കും. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് ഈ ദൂരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ദൂരത്തിന് ഇരട്ടിയായിരിക്കും ഈ പറയുന്ന ദൂരം. ഓക്കെ, സോ ആർ ഈസ് ഈക്വൽ ടു 2f. ഓർത്ത് വെച്ചോ, പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കൽ ലെങ്തിൻ്റെ ഇരട്ടി ആയിരിക്കും. ലാസ്റ്റ് ടേമും കൂടി നമുക്ക് പറയുന്നത് ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതാണ് അപ്പർച്ചർ. നോക്കിയേ, ഒരു മിററിനകത്ത് ഒരു പോയിന്റ് തൊട്ട് ഇത്രയും നീളത്തിലാണല്ലോ അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ആ ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. The diameter of the reflecting surface of a spherical mirror is called aperture. എന്താണ്? The diameter of the reflecting surface of a spherical mirror is called aperture. അതായത് നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുത്ത്, ഒരു സ്പിയർ എടുത്തല്ലോ, ഒരു സെക്കൻഡ്, നമ്മൾ എന്തെടുത്തു? നമ്മളൊരു സ്പിയർ എടുത്തു. നമ്മളൊരു സ്പിയർ എടുത്തു. സ്പിയർ, ഈ സ്പിയറിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് മാറ്റി. ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമ്മൾ കളർ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണല്ലോ സത്യത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ ദൂരം, ഈ ഡയമീറ്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പർച്ചർ. എന്തുവാണ്? അപ്പർച്ചർ. സോ ഇത്രയും ടേംസ് നമുക്ക് അറിഞ്ഞിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന മിററുകളുടെ ഇമേജ് ഫോർമേഷൻ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? ഇമേജ് ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അടുത്ത ക്ലാസ് നമ്മൾ ഇതിൻ്റെ ഒരു നോട്ടിൻ്റെ ജസ്റ്റ് ഒരു പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും? നമ്മൾ ഇമേജ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.